താങ്ക് യു. നമ്മൾ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം പെന്തക്കോസ്ത് വിഷയങ്ങളിലേക്ക് മടങ്ങുകയാണ്. വളരെ അടിയന്തര സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് മടങ്ങുന്നത്. കാരണം പെന്തക്കോസ്തിൽ ഇപ്പോൾ പ്രതികരണശേഷിയുള്ളവർ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. അത്ര നീചമായ, നിന്ദ്യമായ, അധമമായ, ഹീനമായ ഒരു ദുഷ്കൃത്യം അവിടെ നടന്നിരിക്കുന്നു. നമ്മൾ ജ്ഞാനിയായ ശലോമോൻ പറയുന്നത്, ദേശത്ത് ഒരു ദുഷ്കൃത്യം നടന്നിട്ട് അതിൽ പ്രതികരിക്കാതിരുന്നാൽ ദേശം നശിച്ചു പോകുന്നതാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അതുപോലത്തെ ഒരു ദുഷ്കൃത്യം കാണുമ്പോൾ പ്രതികരിക്കണം. ഇപ്പം ആർക്ക് വേണമെങ്കിലും ചോദിക്കും, ഒറ്റ നോട്ടത്തിൽ നിന്നെ ബാധിക്കുന്നുണ്ടോ, നിനക്കെന്താ കാര്യം? പരോക്ഷമായി നമ്മെ ഇത് ബാധിക്കുന്നുണ്ട്, പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും. അപ്പം അതുകൊണ്ടാണ് പ്രതികരിക്കുന്നത്. പെന്തക്കോസ്തിലെ ഒരു ദളിത് പ്രഭാഷകൻ അനിൽ കൊടിത്തോട്ടം യാക്കോബായ ഓർത്തഡോക്സ് തർക്കത്തെക്കുറിച്ച് പ്രതികരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തെ അത് ബാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ പെന്തക്കോസ്തിലെ ഈ പുതിയൊരു വിഷയമാണ്. കൊല്ലം ഷമീർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പെന്തക്കോസ്ത് പ്രവർത്തകൻ. അദ്ദേഹം ഇപ്പോൾ പുതുതായിട്ട് ഈ അടുത്ത കാലത്തായിട്ട് കുറെ വീഡിയോകൾ ഇറക്കുന്നുണ്ട്. അതിലൊരു വീഡിയോ, ഏറ്റവും ലേറ്റസ്റ്റ് ഒരു വീഡിയോ, പെന്തക്കോസ്തിലെ സമാധരണീയനായ, പെന്തക്കോസ്തിന് പുറത്തും ആളുകൾ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന പാസ്റ്റർ ബാബു ചെറിയാനെതിരായിട്ട് വളരെ വ്യക്തി ആക്ഷേപം നടത്തി ഒരു വീഡിയോ ഇറക്കിയിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ്. അപ്പൊ ഇതൊരു അവധിക്ക് വെച്ച കേസാണ്, അതുകൊണ്ടാണ് ഇന്നിത് സംസാരിക്കുന്നത്. ഷമീർ ഈ പാസ്റ്റർ ബാബു ചെറിയാനെതിരായിട്ട് വീഡിയോ ഇറക്കുമ്പോൾ അതിനു മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ വർഷം കൊല്ലം ബൈപ്പാസിലൂടെ വരുമ്പോൾ അവിടെ വഴിയരികിൽ നിന്ന വനിതാ SI ഒരു ലൈംഗിക തൊഴിലാളി ആയിരിക്കുമെന്ന് തെറ്റിദ്ധരിച്ച് രാത്രിയിൽ കൂടെ പോരുന്നോ എന്ന് ചോദിക്കുകയും അതേ തുടർന്നൊരു കേസിൽ പെടുകയും ചെയ്തു. പോലീസാണെന്നറിഞ്ഞ് അവിടെ നിന്ന് വിട്ടുപോയ കക്ഷിയെ പിറ്റേ ദിവസം രാവിലെ പോലീസ് വീട്ടിൽ നിന്ന് പൊക്കി കേസായി. സകല പത്രത്തിലും സകല TV ചാനലിലും എല്ലാം വലിയ വാർത്തയായി. അപ്പോ എനിക്ക് നേരിട്ട് ബന്ധമുള്ള നമ്മുടെ പരിചിത വലയത്തിലുള്ള ആളുകൾ ആ വാർത്ത ഷെയർ ചെയ്തു. ഞാൻ അത് ഏകദേശം വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് തന്നെ അത് കണ്ടിരുന്നു. അപ്പോൾ തന്നെ അവരെല്ലാം വിളിച്ച് ആ വാർത്തകളെല്ലാം റിമൂവ്, നമ്മുടെ ആരും തന്നെ അത് ഷെയർ ചെയ്യരുത് എന്ന് കർശനമായിട്ട് നിർദ്ദേശം കൊടുത്തു. എല്ലാ പോസ്റ്റുകളും റിമൂവ് ചെയ്യിച്ചു. ഒരു പോസ്റ്റ് പോലും നമ്മൾ അദ്ദേഹത്തിനെതിരായിട്ട് നമ്മൾ പോസ്റ്റ് ഷെയർ ചെയ്യരുത്. കാരണം ഒരുത്തൻ്റെ വീഴ്ചയിൽ നമ്മൾ സന്തോഷിക്കേണ്ട ആവശ്യമില്ല. ആർക്കും ഏത് തരത്തിലുള്ള വീഴ്ചയും സംഭവിക്കുക. എന്നാൽ ഈ പറയുന്ന ഷമീറിന്റെ കരിയർ ഗ്രാഫ് എന്താണ്? ഷമീർ ഒരു ബാർബർ ഷോപ്പിന്റെ തിണ്ണയിൽ താമസിച്ചിരുന്ന വ്യക്തിയാണ്. സ്വന്തമായി വീടില്ലായിരുന്നു. ഇതൊക്കെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. വീഡിയോ പവർ വിഷനിൽ വന്ന് പറയുന്നുണ്ട്. ആ കാലഘട്ടത്തില് പിന്നീട് അദ്ദേഹത്തിനൊരു ജോലി കൊടുത്തത് കൊല്ലം ബ്രദറൻ സഭയിൽ ഒരു മൂപ്പന്റെ ഡ്രൈവറായിട്ടും അദ്ദേഹത്തിന്റെ വീട്ടുജോലികളൊക്കെ ചെയ്യുന്ന ഒരു ജോലിയായിരുന്നു. അങ്ങനെ ആ കൊല്ലം ബ്രദറൻ മൂപ്പന്റെ കൂടെ നടന്ന് മിമിക്രിയിൽ കഴിവുള്ള ഇദ്ദേഹം കുറച്ച് പ്രസംഗങ്ങൾ കാണാതെ പഠിച്ചു. മൂപ്പൻ പ്രസംഗിക്കുന്നു, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ. ഇതൊക്കെ എന്നോട് ആ കൊല്ലം ബ്രദറൻ സഭയിലെ ഷമീറിന്റെ മുൻ യജമാനനായിരുന്ന ആ മൂപ്പൻ പറഞ്ഞാണ്. പിന്നീട് ഷമീറിന്റെ പല ഇടപെടലുകൾ മൂലം അദ്ദേഹത്തിന്റെ കുടുംബജീവിതം തകരുകയും അദ്ദേഹം ഒന്നുമല്ലാതായി തീരുകയൊക്കെ ചെയ്ത് മറ്റൊരു സ്റ്റോറിയാണ്. ഇന്ന് അതൊന്നും പറയേണ്ട ആവശ്യമില്ല. 4-5 കുടുംബങ്ങൾ ആ യാത്രയിൽ തകർന്ന് തരിപ്പണമായിപ്പോയി.
ഇദ്ദേഹം പിന്നീട് പെന്തക്കോസ്തിലേക്ക് വരികയാണ്. ബ്രദറൻകാരനായിരുന്നു. പിന്നെ പെട്ടെന്ന് അവസരങ്ങൾ എന്ന് പറഞ്ഞാൽ തിരുവെഴുത്ത് വ്യാഖ്യാനിക്കാനുള്ള കഴിവില്ലെങ്കിലും എന്തെങ്കിലും തമാശയോ ആരെയെങ്കിലും രണ്ട് ചീത്തയോ ഒക്കെ പറഞ്ഞാൽ പിടിച്ചു നിൽക്കാമെന്നുള്ള ഒരു സ്ഥലമാണ് പെന്തക്കോസ്ത്. അതുകൊണ്ട് പെന്തക്കോസ്തിന്റെ വേദികളിലും ഒക്കെ ഇങ്ങനെ പുള്ളി ഇടയ്ക്കൊക്കെ പ്രത്യക്ഷപ്പെട്ടിങ്ങനെ നടക്കുന്ന സമയത്ത് ഹാർവസ്റ്റ് TV-യിൽ അവിടെ ഓഫീസിലായിരുന്നു പുള്ളിക്ക് ജോലി. അവിടെ ചായ കൊണ്ട് കൊടുക്കുക, മേശ തുടയ്ക്കുക, അങ്ങനത്തെ ജോലിയിൽ ഏർപ്പെട്ടിരുന്നു. ആ സമയത്താണ് ഈ സജിത്ത് കണ്ണൂരും പെന്തക്കോസ്തിലെ രണ്ട് പാസ്റ്റർമാർ PT തോമസും സാജു മാത്യു കുറിയന്നൂരും, ഇങ്ങനെ 3 പേര്, അവരുടെ ഒരു ഡിബേറ്റ് നടന്നതിൽ അതിൽ പെന്തക്കോസ്ത് പക്ഷത്ത് നിന്ന് വന്ന PT തോമസ് ഉത്തരം മുട്ടി വല്ലാതെയായി, ക്ഷുഭിതനായി, അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. അപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് പ്രക്ഷേപണം ചെയ്യുന്നതിന് മുമ്പ് ആ വീഡിയോയുടെ ഒറിജിനൽ, അതിൻ്റെ അൺഎഡിറ്റഡ് വേർഷൻ സജിത്ത് തൻ്റെ ചാനലിലൂടെ പുറത്താക്കി. അത് പെന്തക്കോസ്ത് പക്ഷത്തിന് വലിയ ക്ഷീണമായി. കാരണം പെന്തക്കോസ്തുകാർക്ക് ഇതിനൊന്നും ഉത്തരവില്ല എന്നുള്ളത് വ്യക്തമായി. അപ്പോ അവിടെ ചായ കൊടുക്കാൻ നിന്ന ഷമീർ എന്ത് ചെയ്തു? അവസരത്തിനൊത്ത് ഉയർന്നു. ഷമീർ വന്ന് ഈ സജിത്തിനെ കുറേ ചീത്ത വിളിച്ചു. അപ്പൊ ആശയപരമായ അടിത്തറ തകർന്ന് ഉത്തരം മുട്ടി നിന്ന പെന്തക്കോസ്തുകാർക്ക് പെട്ടെന്നൊരു ഈ ബൂസ്റ്റർ കിട്ടിയ പോലെ, സ്വർഗത്തിൽ നിന്ന് വീണ് കിട്ടിയ നിധിയാണ്. അങ്ങനെ പെട്ടെന്ന് അവരെന്ത് ചെയ്തു? ഷമീറിനെ ഉയർത്തി. ഇതാണ് സംഭവിച്ചത്. അപ്പൊ അതോടുകൂടെ ഷമീറിന് വിദേശയാത്രകൾ തരപ്പെട്ടു. MPFT എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്, മലയാളി പെന്തക്കോസ്റ്റിലെ ഒരു ഗ്രൂപ്പാണ്. അത് നടത്തുന്ന കുറെ ചെറുപ്പക്കാരാണ്. അത് ജിബു ജേക്കബ്, ലാലു വർഗീസ്, അങ്ങനെയൊക്കെയുള്ള ചെറുപ്പക്കാര്. അവരൊക്കെ സ്വന്തമായിട്ട് ജോലി ചെയ്ത് ഓരോ സ്ഥലങ്ങളിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ വസിക്കുന്നവരാണ് അതിന്റെ പ്രവർത്തകർ. അവരാരും തന്നെ സുവിശേഷ വില ചെയ്ത് പണം ഉണ്ടാക്കുന്നവരോ ആരെയും തട്ടിക്കാൻ നടക്കുന്നവരൊന്നും അല്ല. അപ്പൊ അവര് പെന്തക്കോസ്തിന്റെ ഒരു ഉത്കൃഷ്ടത്തിന് വേണ്ടി, അതിന്റെ ഒരു പുരോഗതിക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെ. അപ്പൊ അവര് നോക്കിയപ്പോൾ പെന്തക്കോസ്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഈ ഷമീറിനെ വല്ലാതെ പ്രൊമോട്ട് ചെയ്തു. പക്ഷെ പ്രൊമോട്ട് ചെയ്ത് ചില മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അവർ തന്നെ അറിയുന്നത് ഇത് എത്ര കുഴപ്പം പിടിച്ച കേസാണ് താങ്കൾ എടുത്ത് തലയെ വെച്ചതെന്ന്. അപ്പൊ അവര് പെന്തക്കോസ്തുകാരെ പിന്നീട് ഇത് അറിയിക്കാൻ ശ്രമിച്ചു, ഇവൻ വലിയ അപകടകാരിയാണെന്ന്. പക്ഷെ അപ്പോഴത്തേക്കും ഈ പുള്ളിക്ക് വലിയ സ്വീകാര്യത ഉണ്ടായി. അപ്പൊ അവര് വൃത്തികെട്ടവന്മാരും കള്ളന്മാരും ഒക്കെയാണ്. ആരാണ്? MPFTക്കാർ വേറും വൃത്തികെട്ടവന്മാരാണെന്നൊക്കെ രീതിയിൽ ഈ ഷമീറിന്റെ കോക്കസ് പറഞ്ഞു വരുത്തുകയും അത്തരത്തിൽ അവരെ ചിത്രീകരിക്കുകയും ചെയ്തു. അപ്പൊ അതിനിടയ്ക്ക് തെറി പറഞ്ഞു. അപ്പൊ അതിനകത്ത് MPFTയുടെ ഒരു പ്രവർത്തകനായിരുന്ന അഡ്മിനായിരുന്ന ഒരാള് ക്ഷുഭിതനായപ്പോ എന്തോ നീ പോടാ എന്നോ മറ്റോ പറഞ്ഞു. അപ്പൊ അതൊക്കെ വലിയ തെറിയാണ്, ഭയങ്കര അപരാധമാണ്. അപ്പൊ പെന്തക്കോസ്തിലുകാരുടെ വലിയൊരു പ്രശ്നമാണ് തെറി പറയുന്ന വലിയ പാപമാണ്. പെന്തക്കോസ്തിലെ ഒരു പാസ്റ്ററായിരുന്നു പാസ്റ്റർ തോമസ് ഊട്ടി റാന്നി. ഈ തോമസ് ഊട്ടി റാന്നി അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് ആരോ പ്രകോപിപ്പിച്ചു. അത് ഈ ഇംഗ്ലണ്ടിലുള്ള ഒരു പയ്യനാണ്. അവന് അവിടെ 5 6 ഭാര്യമാരും ഒക്കെ ഉള്ള ഒരുത്തനാണ്. ഈ പുണ്യവാൻ ഈ തോമസ് ഊട്ടിയെ വിളിച്ച് എന്ത് ചെയ്തു? ഫോണിൽ കൂടെ പറഞ്ഞ്. അപ്പം തോമസ് ഊട്ടിയുടെ അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും എല്ലാം അവൻ പറഞ്ഞു. അപ്പൊ തോമസ് ഊട്ടി തിരിച്ച് നല്ല തെറി പറഞ്ഞു. തെറി പറഞ്ഞു തന്നെ പറഞ്ഞു. പക്ഷെ അവൻ പറഞ്ഞ ഭാഗങ്ങളെല്ലാം മുറിച്ചിട്ട് അവനെന്ത് ചെയ്തു? ഈ തോമസ് ഊട്ടി പറഞ്ഞ ഭാഗം അങ്ങോട്ട് കേൾപ്പിച്ചു. അയ്യോ, അതോടെ പെന്തക്കോസ്തുകാർക്ക് ഭയങ്കര നാണക്കേടായിപ്പോയി. കാരണം തെറി പറയുന്ന വലിയ കുഴപ്പം. അങ്ങനെ തോമസ് ഊട്ടിയെ പെന്തക്കോസ്തിൽ നിന്ന് പുറത്താക്കി. ഭയങ്കര ശുഷ്കാന്തിയാണ്. പെന്തക്കോസ്തുകാരെ, നിങ്ങളൊരു കാര്യം ഓർക്കണം. തോമസ് ഊട്ടി പറഞ്ഞതിനേക്കാൾ കേട്ടാൽ അറയ്ക്കുന്ന, അല്ലെങ്കിൽ 10 കുളത്തിൽ കുളിച്ചാൽ നാറ്റം പോകുകയല്ലാത്ത ചീത്തയാണ് നിങ്ങളുടെ IPCയുടെ സ്ഥാപകൻ മരിക്കാൻ കിടന്നപ്പോൾ പറഞ്ഞത്. മരണമൊഴി സുന്ദരം ചീത്തയായിരുന്നു. നിങ്ങൾക്കറിയാവോ? ഒന്നാന്തരം ചീത്ത. ഈ അടുത്ത കാലത്ത് മരിച്ച നിങ്ങളുടെ ഒരു വിശുദ്ധനായ ഒരു പാസ്റ്ററും 2 ആഴ്ച നിരന്തരം തെറി തന്നെ പറഞ്ഞ് മരണക്കിടക്കയിൽ കിടന്ന് തെറിയാ പറഞ്ഞത്. അപ്പൊ ഈ പെന്തക്കോസ്തുകാർ ഈ അടക്കി വെച്ച തെറി മുഴുവൻ ചാകാൻ നേരത്ത് പറയുന്ന കാണുന്നത്. നിങ്ങളുടെ വിശുദ്ധ പാസ്റ്റർമാരുടെ കാര്യം ഞാൻ പറഞ്ഞു. തോമസ് ഊട്ടിക്ക് എന്നാൽ ആ ഗതി വരത്തില്ല. കാരണം അവന് വിളിക്കണമെന്ന് തോന്നിയ തെറി അന്നേരം വിളിച്ചു. ഇനിയിപ്പോ ചാകാൻ നേരത്തെ എന്റെ ദൈവമെന്നും എല്ലാം വിളിച്ച് ചാകാൻ തോമസ് ഊട്ടിക്ക് പറ്റും. അപ്പൊ ഇതാണ് ഇവരുടെ ഈ വ്യാജ കപട ആത്മീകത. അപ്പൊ അങ്ങനെ വന്നിട്ട്
MPFTക്കാർ വളരെ മോശക്കാരാണെന്നൊക്കെ, അങ്ങനെ MPFTക്കാരുടെ എന്ത് ചെയ്തു, ഈ അവരുടെ ആ മോറൽ മൊറാലിറ്റിയെ കരിവാരി തേച്ച് ഷമീർ പിന്നെ മുന്നോട്ട്. അപ്പൊ ഷമീർ ഭയങ്കര ധീര പോരാളി അങ്ങനെയൊക്കെയുള്ള സ്വയം പേരുകൾ എടുത്തു. എന്തുതരം പോരാട്ടമാണ് ഇവൻ നടത്തിയെന്ന് അറിയത്തില്ല. അപ്പൊ ഷമീർ താമസിച്ചിരുന്ന കോളനിയിൽ ഷമീറിനെ ഓടിച്ചു വിട്ടത് അവിടെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെങ്കൊച്ചിനെ ഷമീർ തന്റെ നഗ്നത കാണിച്ചതിന് അവിടുന്ന് ഓടിച്ചു വിട്ടാന്ന് അവിടുത്തെ ഒരു പാസ്റ്റർ പറയുന്ന വീഡിയോ രംഗത്ത് വന്നു. മാത്യു എന്ന് പറയുന്ന പാസ്റ്റർ അദ്ദേഹം പറയാണ് ഇവിടെ ഇതാണ് ചെയ്തത്. ഇത് തന്നെ പിന്നീട് തുറന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു വൈകല്യമുണ്ട്, അത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇദ്ദേഹം ഒരു ധീരപോരാളിയായിട്ട് സകല ആളുകളെ വിമർശിക്കുകയാണ്. ഞാൻ പെന്തക്കോസ്തിലുള്ളപ്പം ഞാൻ ഷമീറിനോട് പറഞ്ഞിട്ടുള്ള, പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്, വ്യക്തികളെ നിങ്ങൾ വിധിക്കരുത്. ഉപദേശങ്ങളെ പറ്റി നിങ്ങൾ പറയൂ, ഉപദേശങ്ങളെ പറ്റി സംസാരിക്കൂ, ഉപദേശങ്ങളെ പറ്റി വിയോജിപ്പ് രേഖപ്പെടുത്തൂ, തിയോളജിയിലുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തൂ. ആളുകളെ എന്തിനു അപഹസിക്കണം? എല്ലാവർക്കും കുറവുകളുള്ളതാണ്, കുറവുകളില്ലാത്ത ആരുമില്ല. ഇപ്പൊ നിങ്ങൾ ചോദിക്കും ഈ ഗ്ലോറിയസ് ഗോസ്പൽ പറയുന്നത്, ഗ്ലോറിയസ് ഗോസ്പൽ ഗ്ലോറിയസ് ആയതുകൊണ്ട് തന്നെയാണ് ഷമീറിനെതിരായിട്ട് വന്ന നമ്മുടെ ആളുകൾ ഇട്ട എല്ലാ പോസ്റ്റുകളും വിതിൻ മിനിറ്റ്സ് റിമൂവ് ചെയ്യിച്ചു. കാരണം ആർക്കും വീഴ്ച സംഭവിക്കാം, എന്ത് തരത്തിലുള്ള, അതൊക്കെ നമ്മൾ സഹിക്കുക, ക്ഷമിക്കുക. അപ്പൊ നമ്മൾ അവരെ അപഹസിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഷമീർ എന്ത് ചെയ്തു? മിണ്ടിയില്ല. ഷമീറിന്റെ ചില വാലുകൾ വന്നിട്ട് ഇത് കള്ളക്കേസാണ്, ഇത് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. അന്ന് ഒരു തകർച്ചയിൽ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ആരും ഒന്നും പറഞ്ഞില്ല. എന്നോട് ചിലർ ചോദിച്ചു, ഞാൻ പറഞ്ഞു ഞാൻ അതേപ്പറ്റി ഒന്നും പ്രതികരിക്കത്തില്ല. ഇനി ഇവന് ഇതുകൊണ്ട് നന്നാകുന്നെങ്കിൽ നന്നാകട്ടെ. പക്ഷെ ഇവൻ തിരിച്ചു വന്നിട്ട് വീണ്ടും ഈ വിമർശന പരിപാടി, കലാപരിപാടി തുടങ്ങുന്ന അന്ന് ഷമീറിന് മറുപടി പറയും. ആ സമയം വന്നിരിക്കും, ആ നാഴിക വന്നിരിക്കുന്നു. കാരണം ഇതാ പെന്തക്കോസ്തുകാരെ നിങ്ങൾ ശ്രദ്ധിക്കുക. കൊല്ലത്ത് വനിതാ പോലീസുകാരിയോട് ലൈംഗിക അഭ്യർത്ഥന നടത്തി. മനസ്സിലായോ? ഒരിക്കലും ഒരാളും ആദ്യമായിട്ട് വഴി കാണുന്ന ഒരു പെണ്ണിനെ കൂടെ പോരുന്നത് യോഗ്യത, അതൊരു പതിവ് തൊഴിലാക്കിയവന് മാത്രമേ അത് സാധിക്കത്തുള്ളൂ, അല്ലാതെ പറ്റത്തൊന്നുമില്ല. ഇപ്പൊ കൺവെൻഷൻ നടത്തി പെന്തക്കോസ്തുകാർ കൊടുത്ത സ്തോത്ര കാഴ്ച കൈവച്ച് ആ പൈസ കൊണ്ട് വേശ്യയെന്ന് കരുതി ഒരു ബഹുമാനി ഉദ്യോഗസ്ഥയെ പോയി ക്ഷണിക്കുകയാണ്. സകലമാന പത്രത്തിലും വാർത്ത വന്നു. പക്ഷേ പെന്തക്കോസ്തുകാർക്ക് വിശ്വാസമില്ല. അത് നുണയാ. ദൈവദാസനെ അപകീർത്തിപ്പെടുത്താൻ ആരാണത് ചെയ്തത്? എന്നിട്ട് ഈ ദൈവദാസൻ വന്നിട്ട് പറഞ്ഞില്ലേ ഇത് എനിക്കെതിരെ വ്യാജമായിട്ടുണ്ടാക്കിയ ഒരു നുണയാണെന്ന്. അങ്ങനെ പറഞ്ഞാൽ എല്ലിന്റെ എണ്ണം കൂടും, പല്ലിന്റെ എണ്ണം കുറയുമെന്ന് അവന് നല്ല പോലെ അറിയാം. അതുകൊണ്ട് എന്ത് ചെയ്തില്ല? മിണ്ടിയില്ല, പമ്മിയിരുന്നു. ഒരക്ഷരം മിണ്ടാതെ കാത്തിരുന്നു. നമ്മളൊക്കെ ഇതൊക്കെ ശ്രദ്ധിച്ചോണ്ടായിരിക്കുന്നേ. നമുക്ക് കുഴപ്പമൊന്നുമില്ല. ആരെങ്കിലും ഒരാൾ ജീവിക്കുന്നതിനോ മുന്നോട്ട് പോകുന്നതിനോ ഒന്നും നമുക്കെതിരല്ല. നമ്മൾ ആരും വിമർശിക്കുന്നില്ല. പക്ഷേ അവൻ എന്ത് ചെയ്തു? ഒരു വർഷമായപ്പോൾ അവസരം പാത്ത് പയ്യെ വീണ്ടും വീഡിയോകളുമായിട്ട് രംഗത്ത് വന്നു. വീണ്ടും ഫാൻസ് അസോസിയേഷൻസ് അവനെ പിന്തുണയ്ക്കാൻ തുടങ്ങി. വളരെ നല്ല കാര്യമാണ്, അതിനൊന്നും നമുക്കെതിരില്ല. പക്ഷെ നീ നിന്റെ പണി നോക്കി നിന്റെ ലൈനിൽ കൂടെ നീ മുന്നോട്ട് പോകണം. നിനക്ക് മറ്റുള്ളവരെ വിമർശിച്ചേ ജീവിക്കാൻ കഴിയുള്ളൂ. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് അവരുടെ നേരെ വിരൽ ചൂണ്ടി മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. നിനക്ക് ബൈബിൾ പ്രസംഗിക്കണേ നീ ബൈബിൾ പ്രസംഗിക്കുക, ദൈവശാസ്ത്രം പ്രസംഗിക്കണേ അത് ചെയ്യുക, പരസ്യയോഗം നടത്തണേ അത് ചെയ്യുക. പക്ഷേ മറ്റൊരാളെ കുത്തുക, ഷമീർ, അത് നല്ലതല്ല. നീ കുത്തിക്കൂ, പക്ഷെ കുത്തുന്നതിന് മുമ്പ് കൊല്ലത്ത് എന്താ സംഭവിച്ചെന്നുള്ളത് നീ പ്രസ്താവന നടത്തണം. അതാണ് പൊതുപ്രവർത്തകന്റെ മര്യാദ. അല്ലാതെ നാണമില്ലാതെ വഴി വന്ന് പരസ്യവും നടത്തുകയല്ല. കാരണം അന്ന് കൊല്ലത്തുണ്ടായത് എന്താണെന്ന് ധൈര്യമായിട്ട് പരസ്യമായിട്ട് പറയൂ. അതല്ലേ അതിന്റെ മാന്യത. ഇതൊന്നും നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നില്ല. അതൊക്കെ സംഭവിച്ചു. ഒതുക്കത്തിൽ നിന്റെ വേലകൾ ചെയ്ത് നീ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അങ്ങനെ പോ. എന്തിന് ഒരു ദൈവദാസനെ, വളരെ ബഹുമാന്യനായ ഈ ബാബു ചെറിയാൻ ജീവിതകാലം മുഴുവൻ പെന്തക്കോസ്തിൽ നിന്ന് അതിനുവേണ്ടി പ്രവർത്തിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്ത് ഇന്ന് താൻ രോഗാതുരനാണ്, അവശ നിലയിലുള്ള ഒരാളാണ്. ആ ബഹുമാനി ദൈവദാസനെ അവഹേളിക്കുകയും പരിഹസിക്കുകയും ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുന്ന പെന്തക്കോസ്ത് ലോകം നിങ്ങൾ എത്ര നന്ദി കെട്ടവരാണ്, നിങ്ങൾ എത്ര ഹീനന്മാരാണ്, നിങ്ങൾ എത്ര അധമന്മാരാണ്. നിങ്ങളത് സ്വയം ചിന്തിക്കുക. നിങ്ങളിവിടെ സുറിയാനിക്കാരെ നോക്കാം, അവരുടെ ഏതെങ്കിലും മെത്രാപ്പോലിത്തമാരെ, നിങ്ങൾ ഈ യാക്കോബായക്കാരെ നോക്കുക. യാക്കോബായ സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ബാവ തോമസ് പ്രഥമൻ ബാവ
അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ 94 വയസ്സുണ്ട്, എന്തോ ഒരു അവശ്യ നിലയിലാണ്. തനിക്ക് നടന്നു പോകുന്ന സമയത്ത് മൂത്രം പോകുന്നുണ്ട്. അപ്പൊ അദ്ദേഹം തന്നെ അത് പറയുന്നുണ്ട്. അപ്പൊ അത്രമാത്രം അവശ്യ നിലയിലുള്ള, അത്രമാത്രം വാർദ്ധക്യത്തിലുള്ള ആ പിതാവിനെ എത്ര ആദരവോടെ ബഹുമാനത്തോടെ അവർ ഉള്ളം കൈ വെച്ചുകൊണ്ട് നടക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിച്ച ഒരാളെ ഇങ്ങനെ ഈ വലിഞ്ഞു കയറി വന്ന കാക്ക വിമർശിക്കുമ്പോൾ അത് കണ്ട് രസിക്കുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾ ഒരു കാലത്തും ഗുണം പിടിക്കുകയല്ല, നിങ്ങൾ ശപിക്കപ്പെട്ടവരാണ്. അതാണ് ഞാനീ പറയുന്നത്. കാരണം നിങ്ങൾക്ക് എനിക്കിപ്പോൾ ചോദിക്കും, നിനക്കെന്താ കാര്യം, നീ ഇവിടുന്ന് പോവാ? ഞാൻ പോകുന്ന, ഞാൻ എവിടെയോട്ടൊന്നും തിരിച്ചു വരുന്നൊന്നുമില്ല, അത്രയും വൃത്തികെട്ട ഒരു ഗ്രൂപ്പ്. പക്ഷേ എനിക്ക് പ്രിയപ്പെട്ട പലരും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അതാണ് എൻ്റെ അവകാശം. സുറിയാനി സഭയിലുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള പലരും ഇപ്പോഴും അതിനകത്ത് ഉൾപ്പെട്ട് കിടപ്പുണ്ട്. അപ്പൊ അവരെ ബോധ്യപ്പെടുത്തേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. എത്ര വൃത്തികെട്ട കൂട്ടത്തിലാണ് അവർ ഉൾപ്പെട്ട് കിടക്കുന്നത്. നിങ്ങൾ നോക്ക്, ആയുഷ്കാലം മുഴുവൻ ഈ പെന്തക്കോസിന് വേണ്ടി ജീവൻ കൊടുത്ത, ഈ പെന്തക്കോസിന് വേണ്ടി പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തു നടന്ന ഒരു ദൈവദാസനെ അദ്ദേഹത്തിന്റെ അവശകാലത്ത്, അദ്ദേഹത്തിന്റെ ക്ഷീണകാലത്ത് അദ്ദേഹത്തെ എന്ത് ചെയ്യാണ്? ഒരു വലിഞ്ഞു കയറി വന്ന നന്മമരം, ഇവനിപ്പോ ഒരു പുതിയ നന്മമരമാകാൻ നോക്കുക. ഷമീറിന്റെ പുതിയ തട്ടിപ്പ് നിങ്ങൾ മനസ്സിലാക്കണം. അയ്യോ, അവിടെ ക്യാൻസർ രോഗി കിടക്കുന്നു, ഇവിടെ തള്ളവാത രോഗി കിടക്കുന്നു, അവിടെ പലയിടത്തും കിടക്കും. ഇപ്പോൾ ഒരു പെന്തക്കോസ്തിലെ ഫിറോസ് കുന്നുംപറമ്പിലാകാനുള്ള ഒരു പരിശ്രമമാണ് കക്ഷി ഇപ്പോൾ പുതുതായിട്ട് നടത്തുന്നത്. കാരണം കോടികൾ തട്ടിക്കുക. എന്താണ് നന്മ മരത്തിന്റെ പരിപാടി? ആർക്കെങ്കിലും അസുഖമാണെന്ന് കേൾക്കുകയാണ്, എന്താണ് രോഗം, ഓപ്പറേഷൻ വേണം, എത്ര വേണം? 15 ലക്ഷം. 15 ലക്ഷം എൻ്റെ സ്വാധീനത്തിൽ ഞാൻ ശരിയാക്കി തരും, ഞാൻ പോസ്റ്റ് ഇടും, ഞാൻ വീഡിയോ ഇടും, നിങ്ങളുടെ ദൈന്യത ഞാൻ തുറന്നു കാണിക്കും ലോകത്തിന് മുമ്പിൽ. പണം നിങ്ങളുടെ അക്കൗണ്ടിൽ വരും, പക്ഷേ 15 ലക്ഷത്തിന് കഴിഞ്ഞു വരുന്ന പണം എനിക്ക് തരണം. കണ്ടീഷൻ. സമ്മതിച്ചു. അങ്ങനെ ഈ പാവപ്പെട്ടവന്റെ ദൈന്യത, അവരുടെ അവശതയെല്ലാം കാണിച്ച് ലോകം മുഴുവൻ പ്രചരിപ്പിക്കുകയാണ്. ഇന്റർനെറ്റിന്റെ അനന്ത സാധ്യതകളാണ്. ലോകത്തു നിന്ന് പണം ഒഴുകുന്നു. വന്ന പണം എത്രയാണ്? 1,20,00,000. 15 ലക്ഷം കഴിച്ച് 1,05,00,000 ബാഗിലാക്കി നന്മമരം അവിടുന്ന് അടുത്ത പോയിന്റ് ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നു. അപ്പം ഷമീറിന് അത് കണ്ടപ്പോൾ മനസ്സിൽ ലഡു പൊട്ടി. നല്ലതാണല്ലോ ഇങ്ങനെ നന്മമരം. അപ്പൊ ഈ ചാരിറ്റി എന്ന് പറയുന്ന കാര്യം ഇത് പണ്ട് തൊട്ടുള്ളതാണ്. അപ്പം ബാബുച്ചെറിയാൻ പറഞ്ഞ എന്താണ്? പാസ്റ്റർ ബാബുച്ചെറിയാൻ പറയാണ്, നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരെ മറക്കരുത്, പാവങ്ങൾക്ക് കൊടുക്കണം. പക്ഷേ ഈ കൊറോണയൊക്കെ വന്ന സമയത്ത് മിക്കവാറും സഭകളൊക്കെ അടച്ചുപൂട്ടി, കോണ്ടാക്റ്റുകൾ കുറവാണ്. ഈ ദൈവവേല മാത്രം ചെയ്തു നിൽക്കുന്ന ഒരുപാട് പാസ്റ്റർമാരുണ്ട്. അപ്പൊ അവരെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് ബാബുച്ചെറിയാൻ പറഞ്ഞു. അല്ലാതെ പുള്ളിക്ക് കാശ് കൊടുക്കാനല്ല പറഞ്ഞത്. അതിനെ ട്വിസ്റ്റ് ചെയ്യാണ്. ഈ ദൈവദാസന്മാർക്ക് പാവങ്ങൾക്ക് കൊടുക്കണ്ടേ? അപ്പൊ ഇത്തരത്തിൽ ഒരു നന്മമരമാകാൻ വേണ്ടി കാര്യങ്ങളെ തിരിച്ച് അവതരിപ്പിക്കുകയാണ്. ബാബുച്ചെറിയാൻ പറഞ്ഞത് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുത്തനും പെന്തക്കോസ്തിൽ ഇല്ലാതെ പോയോ? ഇത്ര പൊട്ടന്മാരായി പോയോ പെന്തക്കോസ്തുകാരെന്ന് ഞാൻ ഓർക്കുകയാണ്. ദയനീയമായ കാഴ്ചയാണ് കാണുന്നത്. പിന്നെ ഇങ്ങനെ വന്നിട്ട് ബാബുച്ചെറിയാനെതിരായിട്ട് ഈ ചമീരൻ വേറൊരു വിമർശനം കൊണ്ടുവരികയാണ്. അയ്യോ, ഒരു കണ്ണ് യേശുവിൻ്റെ ക്രൂശ് രൂപത്തെ പരിഹസിച്ചതിന് ഒരു പട്ടാളക്കാരൻ്റെ കുഞ്ഞിൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച ദൈവം, ഇങ്ങനെ ചെയ്യുന്ന ദൈവമാണോ നമ്മുടെ ദൈവം? ചമീരൻ ചോദിക്കുക, എൻ്റെ ചമീര, നിനക്ക് മറവി രോഗം ബാധിച്ചോ? നീയല്ലേ പറഞ്ഞത് അവിടെ പെന്തക്കോസുകാർ ഡ്രം അടിച്ചപ്പം ഡ്രമ്മടി നിർത്താൻ പറഞ്ഞതിന് പുറ്റിങ്ങലെ ക്ഷേത്രത്തിൽ 150 പേരെ കത്തിച്ചു വന്ന യേശുവാണ് നിന്റെ യേശു എന്ന് നീയല്ലേ പറഞ്ഞത്? അവിടെ ഒരുത്തൻ്റെ ഒരു കൊച്ചിൻ്റെ കണ്ണല്ലേ പോയുള്ളൂ. ബാബുച്ചെറിയാന്റെ കേസിൽ നീ 150 പേരെ പച്ചയ്ക്ക് കത്തിച്ചിട്ട് അത് നിന്റെ ദൈവം ചെയ്തതാണെന്ന് മേനി പറഞ്ഞ വീഡിയോ നിനക്ക് കാണണോ? വേണം, ഞാൻ കാണിച്ചു തരാം. ഷമീറിന് കാണണോ അത്? നിനക്കെന്നാ ദൈവശാസ്ത്രം മാറിയത്? അതോ നീയും ഗ്ലോറിയസ് ആയോ? നീ ഗ്ലോറിയസ് ഗോസ്പൽ കേട്ട് നിനക്കും മനസ്സിലായോ ദൈവം സ്നേഹമാണെന്ന്? അങ്ങനെയാണെങ്കിൽ നല്ല കാര്യമാണ്, ദൈവം സ്നേഹമാണെന്ന് നീ മനസ്സിലാക്കണം. പക്ഷെ നീ കച്ചവടം നിർത്തണം. അപ്പൊ ഈ പറഞ്ഞ ഈ ചാരിറ്റി, ഏറ്റവും വലിയ ചാരിറ്റിക്കാരൻ ആരാണെന്ന് നിങ്ങൾക്കറിയോ? ബൈബിളിൽ കാണുന്ന ഏറ്റവും വലിയ ചാരിറ്റിക്കാരൻ ജൂദായാണ്, യൂദാസ്. ഇപ്പൊ ഷമീർ യൂദാസിന് പഠിക്കുകയാണ്. അപ്പൊ ഇവിടെ നോക്കുക, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 11-ാം അധ്യായം 4-ാം വാക്യം. എന്നാൽ അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കാനുള്ള യൂദാ ഇസ്കരിയാത്തോവ് ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞു. കണ്ടോ? ഇതാണ് ബാബുച്ചെറിയാനെ വിമർശിക്കുന്ന ഷമീറിന്റെ മേലുള്ള ആത്മാവ്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് അടുത്തത് യോഹന്നാൻ ശ്ലീഹ കമന്ററി എഴുതുക. എന്താ കമന്ററി? ഇത് ദരിദ്രന്മാരെ കുറിച്ച് വിചാരം ഉണ്ടായിട്ടൊന്നും അല്ല, അവൻ കള്ളനാകൊണ്ടും.
ഞാൻ വിളിക്കുന്നല്ല ഇത്. ഷമീർ, നീ മനസ്സ് വെച്ച് വായിക്ക്. തിരുവെഴുത്ത് നിന്റെ നേരെ വിരൽ ചൂണ്ട. നീ എപ്പോഴും തിരുവെഴുത്ത് ബൈബിൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അവൻ കള്ളനാകെ കൊണ്ടും പണസഞ്ചി തന്റെ പക്കലാകിയാൽ അതിലിട്ടത് എടുത്തു വന്നതുകൊണ്ടും അത്രേ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, ചാരിറ്റി ഫണ്ട് അടിച്ചു മാറ്റുന്നവൻ ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കും. യേശു കർത്താവ് പറഞ്ഞ റെമഡി എന്താണെന്നറിയോ? പെന്തക്കോസുകാർ ചെവി തുറന്ന് കേട്ടോണം. നിങ്ങൾക്ക് ബൈബിളിൽ നിന്ന് കേൾക്കുന്ന വലിയ താല്പര്യമല്ലേ? 8-ാം വാക്യം, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 12:8. അവിടെ പറയാണ്, ദരിദ്രന്മാർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കയുണ്ടല്ലോ. അപ്പം ദരിദ്രന്മാർ നിങ്ങൾക്ക് അടുക്കലുണ്ടെന്നാ യേശു പറഞ്ഞ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുക്കലുള്ള ദരിദ്രന്മാരെ വേണം നിങ്ങൾ സഹായിക്കാൻ. അല്ല അങ്ങ് ഫാർ ഡിസ്റ്റന്റിൽ, അങ്ങ് ഇണ്ടാന്തുരുത്തിൽ ഒരാൾക്ക് ക്യാൻസറായി കിടക്കുന്നു, പണം തായോ എന്ന് നന്മമരങ്ങൾ ഓൺലൈനിൽ കൂടെ പറയുമ്പോൾ, ഓൺലൈനിൽ കൂടെ നന്മമരങ്ങൾക്ക് പണം അയച്ചു കൊടുക്കാനല്ല, നിങ്ങളുടെ അടുത്ത്, നിങ്ങളുടെ പണം മാത്രമല്ല അവർക്ക് വേണ്ടത്, നിങ്ങളുടെ ഒരു സാമീപ്യം, നിങ്ങളുടെ ഒരു നോട്ടം, നിങ്ങളുടെ ഒരു സാന്ത്വനം, നിങ്ങളുടെ ഒരു ആശ്വാസം, നിങ്ങളുടെ ഒരു സ്പർശനം, അതുകൂടെ കൂട്ടി ആ പണം കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്കതൊരു അനുഗ്രഹമായി തീരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉള്ള കഷ്ടപ്പെടുന്നവരെ, മധ്യവർത്തികളെ കൂടാതെ സഹായിക്കുക. ഇത് പെന്തക്കോസുകാർക്ക് മാത്രം ബാധകമല്ല, എല്ലാവർക്കും ബാധകമാണ്. നിങ്ങൾ ഡയറക്റ്റായിട്ട് ഹെൽപ്പ് ചെയ്യൂ. നിങ്ങളുടെ അടുത്ത് കഷ്ടപ്പെടുന്നവരുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്, ബുദ്ധിമുട്ടുന്നവരുണ്ട്, അത്യാവശ്യങ്ങളുള്ളവരുണ്ട്, ആവശ്യത്തിലിരിക്കുന്ന അവരെ നിങ്ങൾ സഹായിക്കൂ. യേശു കർത്താവ് പറയാണ്, നിങ്ങളുടെ അടുക്കലുണ്ടല്ലോ, നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ഉള്ളവരെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക. ഇത്തരത്തിലുള്ള ഈ ചാരിറ്റികൾക്കുള്ള മധ്യവർത്തികളെ ഒഴിവാക്കുക. കാരണം കോടാനുകോടിയുടെ രൂപയുടെ വീടാണ് നന്മമരം വെച്ചിരിക്കുന്നത്. ആധുനിക കാറുകൾ ഇതൊക്കെ വാങ്ങുകയാണ്. ഇതൊന്നും നമുക്ക് കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷേ ബൈബിൾ കൃത്യമാണ്, യേശു കർത്താവ് പറഞ്ഞ കൃത്യമാണ്. കാരണം അവർ പണസഞ്ചിയിൽ നിന്ന് എടുക്കുന്നു, അവർ ചാരിറ്റിക്കായി നിലവിളിക്കുന്നു, ദരിദ്രന്മാർക്ക് വേണ്ടി നിലവിളിക്കുന്നു. അപ്പൊ പാവപ്പെട്ടവന് വേണ്ടിയുള്ള ഈ നിലവിളി എന്താണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഷമീറ, നീ ബാബുച്ചെറിയാനെ പറയേണ്ട ഒരാവശ്യമില്ല. എന്തിനാണ് ആ ഒരു ദൈവദാസനെ പറയുന്നത്? നീ നിന്റെ ആ തനിക്കുണം കാണിക്കുകയാണല്ലോ. അതുകൊണ്ട് നീ അത് അവസാനിപ്പിക്കുക. നിന്നെ ഇവിടെ ആരും ഉപദ്രവിക്കുന്നില്ല. നിനക്ക് അങ്ങനെ ഒരു ബലഹീനതയുണ്ട്, അതൊരു ബലഹീനതയായിട്ട് കാണുന്നു. ആളുകൾ സൂക്ഷിക്കുക, ഇവ വരുന്ന സമയത്ത് സൂക്ഷിക്കുക, അത്രയേ ഉള്ളൂ, മുൻകരുതലെടുക്കുക. പക്ഷേ എന്നിട്ട് പുള്ളി പറയാണ്, നിനക്കൊരു സാക്ഷ്യമില്ലല്ലോ, ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്ന നിനക്കൊരു എന്ത് ജീവിത സാക്ഷ്യമാണ് നിങ്ങൾക്കുള്ളത്? എന്തോ ഒരു കോമഡിയാണെന്നറിയോ? ഷമീർ ചോദിക്കുക, നിങ്ങൾക്ക് എന്ത് ജീവിത സാക്ഷ്യം ഉള്ളതെന്ന്. ഷമീറെ, നിനക്കെന്ത് ജീവിത സാക്ഷ്യം? എന്തായാലും ബാബുച്ചെറിയാന് ഒരു പോലീസുകാരിയുടെ പോയിട്ട് ഒരു പെണ്ണിന്റെയും മാനത്തിന് വില പറഞ്ഞിട്ടില്ല, ഒരു പെണ്ണിനോടും കൂടെ കിടക്കാൻ വരാമോ എന്ന് ചോദിച്ചിട്ടില്ല. ഇത് നീ പലരോട് ഇത് തന്നെ ചെയ്തു, പല കുടുംബങ്ങൾ തകർത്തു. അവസാനം വനിതാ പോലീസുകാരിക്ക് വില പറഞ്ഞപ്പോ പിടിക്കപ്പെട്ടു, കേസായി, പത്രത്തിലും ടിവിയിലും വാർത്തയായി. എന്നിട്ട് നീ പിന്നെ നിന്നിട്ട് നിങ്ങൾക്ക് എന്ത് സാക്ഷ്യമാ ഉള്ളതെന്ന് ചോദിക്കാൻ ഇത്ര ലജ്ജയില്ലാത്ത, അതാ തനിക്കുണമല്ല, ഇത്ര ലജ്ജയില്ലാത്ത. അയ്യോ, അതിന് പുതിയ കൂട്ടുകാരനും വന്നിട്ടുണ്ട്. ഇപ്പോ ഇവന് കിട്ടുന്ന തുട്ടുകളുടെ കിലുക്കം കേട്ടപ്പം ഒരു രാജകുമാരൻ ഇപ്പോ എന്ത് ചെയ്യാണ്? കൂടെ കൂടിയിരിക്കുകയാണ്. എന്താണ്? ഒരാളെന്നോട് പറഞ്ഞു, ഒരാളെന്നെ എനിക്ക് മെസ്സേജ് അയച്ചതാണ്. മോനച്ചൻ പാസ്റ്ററുടെ 3ാമത്തെ മോളുമായി മുംബൈക്ക് മുങ്ങി 3ാം പക്കം മോനച്ചൻ പാസ്റ്ററും കൂട്ടുകാരും മുംബൈയിൽ വെച്ച് മുട്ടുമടക്കി നല്ല മുട്ടുമുട്ടി മുഷ്ടി ചുരുട്ടി മൂക്കിനിടിച്ച് മടക്കി അയച്ച ഒരാളാണെന്ന് ഒരു മെസ്സേജ് എനിക്ക് ഈ കൂട്ടി ഒരു കോമഡി ആയിപ്പോയി. ഞാൻ വായിച്ചിങ്ങനെ, എനിക്ക് മുഴുവൻ പറഞ്ഞപ്പോൾ മുഴുവൻ വന്നില്ല. പുള്ളി കൊണ്ട് തന്നെ ഒരു വരി എഴുതി എനിക്ക് അയച്ചു. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ, ബൈബിളിലൊരു വാക്യമുണ്ട്, അപ്പോസ്തലപ്രവൃത്തി, തൊഴിലൊന്നാകൊണ്ട് അവർ ഒരുമിച്ച് പാർത്തു പോന്നു. ഇങ്ങനെ ഈ തൊഴിലൊന്നാകുന്നവരൊക്കെ ഒരുമിച്ച് പാർത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുകയാണ്. മറ്റുള്ളവരെ പരിഹസിക്കുക, അപമാനിക്കുക, നിന്ദിക്കുക, ഇതൊക്കെ അവസാനിപ്പിക്കും. എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടണ്ട എന്ന് ഉണ്ടെങ്കിലും, കാരണം എനിക്ക് പ്രിയപ്പെട്ട ഒത്തിരി പേരും ആ ക്ലബിൽ കിടക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ആ കുണ്ടുകുഴിയിൽ കിടക്കുന്നത് കൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ കുറച്ചുകൂടെയൊക്കെ മാന്യത കാണിക്കുക. നിങ്ങൾക്ക് പ്രസംഗിക്കുന്നത് നിങ്ങൾ പ്രസംഗിക്കൂ, നിങ്ങളുടെ ഉപദേശം പ്രസംഗിക്കൂ, നിങ്ങളുടെ ദൈവശാസ്ത്രം പ്രസംഗിക്കുക, നിങ്ങളുടെ പരസ്യങ്ങൾ നടത്താൻ ഒന്നും കുഴപ്പമില്ല. യേശു വരുന്നെന്നോ, നമ്മളെ ബാൻഡ് മേളമായിട്ട് യേശു വരും, നമ്മളെ പൊക്കിക്കൊണ്ടുപോകും, ഇതൊക്കെ പ്രസംഗിക്കും, അതൊക്കെ ആളുകൾ കേൾക്കട്ടെ. പക്ഷെ എന്തിനാണ് ഒരുത്തന് നേരെ വിരൽ ചൂണ്ടുന്നത്? എനിക്കറിയാം, പാസ്റ്റർ ബാബുച്ചെറിയാനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പെന്തക്കോസ്തിൽ നിന്ന് ഒരുത്തനും വന്നിട്ട് അത് മോശമായി പോയെന്ന് പറയത്തില്ല. കാരണം ഒരുത്തൻ വീഴുന്നത് കണ്ടാൽ ഇളിച്ചോണ്ട് നിൽക്കുന്ന പതിവാണ് പെന്തക്കോസ്തുകാർക്ക്. ഇത്രയും ഹീനമായ ഒരു വർഗം, മനുഷ്യരിൽ സഹതാപം കാണിക്കാത്ത, കരുണ കാണിക്കാത്ത, സ്നേഹം കാണിക്കാത്ത,
ഇത്ര ഒരു വർഗം. ഒരുത്തൻ വീഴുമ്പോൾ അവനെ അവഹേളിക്കണം. കാരണം ഒരുത്തൻ മറ്റവനെ ചീത്ത വിളിക്കുന്ന അത് നല്ല കൊള്ളാം. മോശമാണത്. അത് നിങ്ങൾക്ക് അനുഗ്രഹമല്ല, നിങ്ങൾക്ക് നല്ലതല്ല. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പണ്ട് ഈ ഒരു അയ്യപ്പ ബാബു എന്ന് പറഞ്ഞ ഒരാൾ വന്ന് പാസ്റ്റർ കെ.സി. ജോണിനെതിരെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ വിയോജിപ്പുണ്ട്. എനിക്കിപ്പോൾ പാസ്റ്റർ കെ.സി. ജോണിന്റെ തിയോളജിയോടോ ബാബു ചെറിയാന്റെ തിയോളജിയോടോ ഒന്നും വിയോജിപ്പില്ല. പക്ഷെ നമ്മൾ വ്യക്തികളെ ആക്ഷേപിക്കേണ്ട ആവശ്യമില്ല. അതാണ് കൃത്യം. അതും ആക്ഷേപിക്കുന്ന ആരാണ്? ഈ യോഗ്യൻ. അവന്റെ പേരുണ്ടായ പോലീസ് കേസ് വ്യാജമായി പോലീസ് കെട്ടിച്ചമച്ചാണെന്ന് ധൈര്യം ഉണ്ടെങ്കിൽ ഒരു ലൈവിൽ പറഞ്ഞിട്ട് നീ തുടങ്ങ്. നിനക്ക് എന്ത് സാക്ഷ്യമുള്ളത്? നിനക്കൊരു സാക്ഷ്യവുമില്ലാതെ മറ്റുള്ളവരെ അവഹേളിക്കുന്നത് അത് അത്ര ശരിയല്ല. നീ എന്തെങ്കിലും ചെയ്ത് നിന്റെ ഉപജീവനത്തിന് വേണ്ടി, ഉപജീവനത്തിനൊന്നുമല്ല, ഇപ്പം 3 കാറും 2 വീട് വായിക്കഴിഞ്ഞു, ഇനിയിപ്പം അങ്ങനെ സ്വത്ത് സമ്പാദനത്തിന് അത് കുഴപ്പമില്ല. സ്വത്ത് സമ്പാദിച്ചു, ലോകത്ത് ആരെല്ലാം സമ്പാദിക്കുന്നു. പക്ഷേ നിന്റെ ട്രാക്കിൽ കൂടെ പോവുക, മറ്റുള്ളവനെ കാണുമ്പോൾ ഉള്ള ആ അസുഖം അതങ്ങ് അവസാനിപ്പിക്കുക. സ്വന്തം കാര്യം നോക്കുക, നിനക്ക് പറ്റുന്ന ആളുകളെ വഞ്ചിക്കുക, സാധിക്കുന്ന സ്ഥലത്ത് നീ കാര്യങ്ങളൊക്കെ നടത്താൻ നീ പോവുക. അപ്പം മറ്റുള്ളവരെ എന്തിനാണ് വിമർശിക്കുന്നത്? ഇതാണ് പെന്തക്കോസ്. ഇനിയിപ്പോൾ പെന്തക്കോസിനെ പറ്റി ഇത്രയും പറയേണ്ടി വന്നു. അതുകൊണ്ട് വന്ന സ്ഥിതിക്ക് ബാക്കിയും കൂടെ ഒന്ന് പറഞ്ഞിച്ച് പോയേക്കാം. ഈ പ്രാവശ്യം IPCയുടെ ജനറൽ കൺവെൻഷൻ ആയിരുന്നു. ജനറൽ കൺവെൻഷൻ സൂമിലൂടെയായിരുന്നു. ഞാൻ ഈ ലൈവ് തുടങ്ങിയ കാലത്ത് പെന്തക്കോസുകാരുടെ എന്നെ ഏറ്റവും കൂടുതൽ കളിയാക്കി. കാരണം ഞാനാണ് ആദ്യം ലൈവ് തുടങ്ങുന്നത്. ഇനിയിപ്പോൾ അല്ലെന്നൊന്നും പറഞ്ഞു പറയണ്ട, ഇവിടെ ഡിജിറ്റൽ എവിഡൻസ് കാണിക്കാം. അപ്പം ഈ മലയാളികളുടെ, പെന്തക്കോസുകാരുടെ അല്ല, മലയാളികളുടെ ഇടയിൽ തന്നെ ആദ്യമായി ഫേസ്ബുക്ക് ലൈവിൽ പ്രസംഗിച്ചത് ഞാനാണ്. അതിന്റെ കാരണം എന്താണെന്നും പറയാം. കാരണം ആദ്യം ഈ ബീറ്റ വെർഷൻ ലൈവ് ഓപ്ഷൻ അമേരിക്കയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറൊരു രാജ്യത്തും ഇല്ല. അപ്പൊ അമേരിക്കയിൽ മലയാളികൾ എത്ര പേരാണ് പ്രസംഗിക്കുന്നത്? സ്പിരിച്വൽ സെക്കുലറും എല്ലാം കൂടെ കൂട്ടി. അപ്പൊ ആദ്യമായിട്ട് ഈ ഒരു സൗകര്യം ഞാനാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഫേസ്ബുക്ക് ലൈവ് മലയാളികളുടെ പ്രസംഗത്തിനായിട്ട് ഞാനാണ് ഉപയോഗിച്ചത്. പെന്തക്കോസുകാരിൽ 100% ഞാനാണ് ആദ്യം പ്രസംഗിച്ചത്. അപ്പം അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ പിന്നെ ആരൊക്കെ ചെറിയ ലൈവ് വന്നാലും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പൊ എന്നെ കളിയാക്കിയതാണ്. AC മുറിക്കകത്തിരുന്ന് പ്രസംഗിക്കുന്നു, ഇരുന്ന് പ്രസംഗിക്കുന്നു, AC മുറിക്കകത്തിരുന്ന് അവിടെ മാളത്തിലിരുന്ന് പ്രസംഗിക്കുന്നു. ശൈലിയുണ്ട്. എന്തുവേണ്ടി എല്ലാവരും മാളത്തിലായി ചുരുണ്ട് എല്ലാവരും ഓരോരോ കസേരയിൽ ഇപ്പോൾ ഓരോ ഭാഷമാരിരുന്ന് ഒരാൾ കാണുന്നുണ്ട്. അതാരാണ്? മിക്കവാറും ഞാനായിരിക്കും. ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് വേണം തരാം. ഒരപ്പച്ചൻ സ്ഥിരം പ്രസംഗിക്കും. അത് മിക്കവാറും എനിക്കറിയത്തില്ല, ഞാനായിരുന്നു കാണുന്നത്. അപ്പച്ചൻ ഇങ്ങനെ ബൈബിൾ ക്ലാസ് എടുക്കും. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും സ്ക്രീൻഷോട്ട് തരാം കേട്ടോ. ഭയങ്കര തമാശ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഏതായാലും എന്നെ കളിയാക്കിയ പെന്തക്കോസുകാരുടെ ജനറൽ കൺവെൻഷൻ വരെ ഈ മാളത്തിലായല്ലോ, അതിലെനിക്ക് സന്തോഷമുണ്ട്. നല്ല അന്തസ്സായിട്ട് ആ കുമ്പനാട് ഹെബ്രോൻപുരത്ത് ഇഷ്ടംപോലെ സോഷ്യൽ ഡിസ്റ്റൻസിങ് വെച്ച് ക്രമീകരിച്ച് കൺവെൻഷൻ നടത്താനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഒരു കൺവെൻഷൻ നടത്തിയിട്ട്, ചെറിയ തോതിലൊരു കൺവെൻഷൻ നടത്തിയിട്ട് നിങ്ങൾക്കത് ടെലികാസ്റ്റ് ചെയ്യാമായിരുന്നു. അതിനുള്ള ധൈര്യം. അന്നേരം ഇവിടുന്ന് അവരുടെ വലിയ തമ്പുരാൻ വിളിച്ചു പറഞ്ഞു, പുള്ളിക്ക് വിമാനത്തെ സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, വല്ല കൊറോണയും പിടിച്ചാലോ, അതുകൊണ്ട് ഓൺലൈനിൽ മതി. അതാ പുള്ളിക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വേറെ ആരും പ്രസംഗിക്കേണ്ട. നിങ്ങളൊക്കെ ഇത്ര അടിമകളാണോ? നിങ്ങൾ ഇത്രയും വർഷം നടത്തിക്കൊണ്ടിരുന്ന ആ കൺവെൻഷൻ നടത്താൻ സർക്കാർ സംവിധാനങ്ങളൊന്നും എതിരല്ലായിരുന്നു. നിങ്ങൾക്ക് അവിടെ സോഷ്യൽ ഡിസ്റ്റൻസിങ് വെച്ച് വളരെ ചിട്ടയായിട്ട് ആ കൺവെൻഷൻ നടത്താമായിരുന്നു. അതിന് സാധിച്ചില്ല. എന്നിട്ട് പിന്നെ ഒരു പത്രസമ്മേളനം, ലക്ഷക്കണക്കിന് ആളുകൾ ഇത് കാണും. എന്റെ പൊന്നെ, ഇത്ര ദയനീയം. 130 പേര്. ഒരു പ്രാവശ്യം ഞാൻ കുമ്പനാട് കൺവെൻഷന്റെ ലൈവ് നോക്കുമ്പോൾ 68 പേരാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇത്ര ദയനീയമായി പോയി, ഇത്ര ദയനീയം. അപ്പൊ അതിനേക്കാളൊക്കെ എത്ര ഭേദ. ചില വ്യക്തികളുടെ ലൈവൊക്കെ കാണാൻ 1000, 1500 ഒക്കെ ഉണ്ട്. പവർ വിഷൻകാര് നടത്തുന്ന ലൈവ് 2500 പേര് കാണുന്നുണ്ട്. എത്ര ഹീനമായ ഒരു കാര്യം. കുമ്പനാട് കൺവെൻഷൻ കണ്ട് എല്ലാം വളരെ നിലവാരം കുറഞ്ഞ നമ്മുടെ ഒക്കലോകോമ ഷിബു തോമസ് ഒക്കെ പ്രസംഗിക്കുന്നുണ്ട്. അയ്യോ, എന്തൊരു ദയനീയമായിരുന്നു. ആകെ ഒരു അല്പം നിലവാരം പുലർത്തിയ പാസ്റ്റർ കെ.സി. ജോണിന്റെ ഒരു പ്രസംഗം മാത്രമേ ഉള്ളായിരുന്നു. ബാക്കിയെല്ലാം തഥൈവ ആയിരുന്നു. അതാണ് കുമ്പനാട് കൺവെൻഷൻ. കുമ്പനാട് കൺവെൻഷൻ ഓൺലൈനിൽ കൂടെ വന്നു. 130 പേര് കണ്ടുകൊണ്ടിരുന്നു. ഇത്ര അധപ്പതിച്ച ഒരു സ്ഥിതിയായി പെന്തക്കോസ്തിന്. കഷ്ടം എന്ന് മാത്രമേ പറയാനുള്ളൂ. വളരെ കഷ്ടം. അതുകൊണ്ട് പെന്തക്കോസുകാർ, നിങ്ങൾ നന്നാകുക എന്ന് ഞാൻ പറയുന്നില്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പെന്തക്കോസുകാരി, നിങ്ങൾ അതിൽപ്പെട്ട് കിടക്കുന്ന സുറിയാനിക്കാർ, നിങ്ങളുടെ മാതൃസഭയിലേക്ക് മടങ്ങുവാനുള്ള കാലമാണിത്. മടങ്ങുക, നിങ്ങളുടെ മാതൃസഭയിലേക്ക് മടങ്ങുക. മെസ്സേജ് കൊള്ളാമല്ലോ.
ഓർത്തഡോക്സ് സഭ എന്തുകൊണ്ട് സുവിശേഷ വേല ചെയ്യുന്നില്ല? എന്താണ് സുവിശേഷ വേല എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സുവിശേഷ വേല എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓർത്തഡോക്സ് സഭ എന്തുകൊണ്ട് സുവിശേഷ വേല ചെയ്യുന്നില്ല? ഒരാൾ എന്നോട് എഴുതി ചോദിച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വകരമായ സുവിശേഷം എന്താണെന്നുള്ള തിരിച്ചറിവ്, കർത്താവ് പഠിപ്പിച്ചതും പ്രബോധിപ്പിച്ചതും എന്തുദ്ദേശത്തിലാണെന്നുള്ള അറിവ്, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വേണ്ടത്. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകും. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് യേശു പറഞ്ഞു. സകല ആളുകളും മതിലൊക്കെ എഴുതി വെക്കുന്നതാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നെന്ന് യേശു പറഞ്ഞു. പക്ഷെ യേശു അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകും. യേശു ആകുന്ന സൂര്യൻ്റെ വെളിച്ചം പോലെ നാം ആകുന്ന ചന്ദ്രന്റെ വെളിച്ചവും ലോകത്തിനാണ് നൽകപ്പെടുന്നത്. അപ്പൊ ലോകത്തിന്റെ വെളിച്ചമാണ് നമ്മൾ. പിന്നെ പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പ് ആകുന്നു. അപ്പൊ ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ വെളിച്ചവുമായിട്ടാണ് സഭയെ കർത്താവ് കണ്ടിരിക്കുന്നത്. ലോകം മുഴുവൻ സഭ മൂലം അനുഗ്രഹിക്കപ്പെടാനാണ്, അല്ലാതെ ലോകത്തുള്ളവരെ മുഴുവൻ സഭയിൽ ചേർക്കാനല്ല. ഇപ്പൊ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പെന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം അലിഞ്ഞില്ലാതായി ആ ഭക്ഷണത്തിന് സ്വാദ് വർദ്ധിപ്പിക്കുകയാണ്. അതാണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ക്രിസ്തീയ സഭയെ സംബന്ധിച്ച് കർത്താവ് ഉദ്ദേശിച്ചത്. അല്ലാതെ ഉപ്പ് കൊണ്ടൊരു കറി വെക്കാന്നോ, കറി മുഴുവൻ ഉപ്പാക്കി മാറ്റുകയെന്നോ അതല്ല. ആ ആശയം അത് മതപരിവർത്തന ആശയമാണ്. ഈ മതപരിവർത്തന ആശയമാണ് ഇസ്ലാമിസ്റ്റുകൾ നടപ്പിലാക്കുന്നത്. അതേ ആശയമാണ് പാശ്ചാത്യ ദൈവശാസ്ത്രം മുറുകെ പിടിക്കുന്നവർ നടപ്പിലാക്കുന്നത്. പാശ്ചാത്യ ദൈവശാസ്ത്രത്താൽ പ്രചോദിതരായിരിക്കുന്ന ആളുകൾ മതപരിവർത്തന പരിശ്രമങ്ങളിലാണ് ഏർപ്പെടുന്നത്. അതാണ് പെന്തക്കോസ്തുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരെ കണ്ടാലും പിടിച്ച് അവരുടെ കൂടെ ചേർക്കണം എന്ന് തോന്നുന്നത്. എന്നാൽ തങ്ങൾ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരണം, മറ്റുള്ളവർക്ക് വെളിച്ചമായി തീരണം, മറ്റുള്ളവർക്ക് സ്വാദ് നൽകണം. ഇതാണ് പൗരസ്ത്യ കാഴ്ചപ്പാട്. ഇതാണ് കർത്താവ് ഈശോ മിശിഹ പഠിപ്പിച്ചത്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഇപ്പൊ ഒരു വീട്ടിന് വെളിച്ചം കൊടുക്കാൻ ഒരു ബൾബ് മതി. ആ ബൾബ് ആ വീടിന് വെളിച്ചം കൊടുക്കുകയാണ്. ഈ പാശ്ചാത്യ ആശയം അനുസരിച്ച് വീട് തീ വെച്ച് കളയണം, കാരണം മൊത്തം വെളിച്ചമാക്കണം. അപ്പൊ വീടിന് തീ വെക്കാനോ കറി ഉപ്പാക്കാനോ അല്ലെ ഉപ്പ് കറിയാക്കാനോ ഇതൊന്നും അല്ല ഉദ്ദേശിച്ചത്. നമ്മൾ ഭൂമിയുടെ ഉപ്പാകുന്നു, ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അപ്പൊ ലോകത്തിന് വെളിച്ചം നൽകുവാനും ഭൂമിക്കുപ്പായി മാറുവാനും എല്ലാവരെയും കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഓർത്തഡോക്സ് സഭ നിർബന്ധിത മതപരിവർത്തനത്തിന് അല്ലെങ്കിൽ മതപ്രചരണത്തിന് വീട് കയറിയുള്ള അല്ലെ ആളാമ്പ്രതിയുള്ള പരിവർത്തന പ്രവർത്തനങ്ങൾക്കൊന്നും ഏർപ്പെടാത്തത്. അല്ലാതെ സഭയുടെ ശക്തി ക്ഷയിച്ചു പോയത് കൊണ്ടോ, ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു പോയത് കൊണ്ടോ, ദൈവോന്മുഖത ഇല്ലാതായത് കൊണ്ടോ, സുവിശേഷ ദർശനമില്ലാതായത് കൊണ്ടോ അല്ല. ഓർത്തഡോക്സുകാരിൽ തന്നെ ചിലർക്കും ഉള്ളിൽ അങ്ങനെ ചില തോന്നലുണ്ട്. അതുകൊണ്ട് അവർ രഹസ്യമായിട്ട് ഇപ്രകാരമുള്ള മതപ്രചരണകരെ സഹായിക്കുന്നുണ്ട്, അവരോടുകൂടെ സഹകരിക്കുന്നുണ്ട്. അതൊരു തെറ്റിദ്ധാരണയാണ്. ഇത് യഥാർത്ഥത്തിൽ നാം ക്രിസ്തുവിനെ സ്നേഹിക്കുക. അപ്പോൾ നമ്മിലുള്ള സ്നേഹം, നാം അനുഭവിക്കുന്ന സമാധാനം, നമ്മുടെ സംതൃപ്തി, നമ്മുടെ സന്തോഷം, അപ്പൊ ഈ 4 വിർച്യൂസാണ്. ഇതാണ് 4 ഏറ്റവും പ്രധാനം. ഒന്ന്, ഒരു ക്രിസ്ത്യാനിയുടെ സമാധാനം. 2, അവൻ അനുഭവിക്കുന്ന സന്തോഷം. 3, അവൻ ഉള്ളതിലുള്ള അവന്റെ സംതൃപ്തി. 4, അവനിൽ നിന്ന് ഒഴുകുന്ന സ്നേഹം. ഈ 4 കാര്യങ്ങളാണ് വേണ്ടത്. ഇതാണ് യഥാർത്ഥ ഇതാണ് ഓർത്തഡോക്സി. ട്രൂ ഓർത്തഡോക്സി എന്ന് പറയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സമാധാനം, നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം, നമുക്കുള്ള സംതൃപ്തി, നമ്മളിൽ നിന്ന് ഒഴുകുന്ന സ്നേഹം, ഈ 4 കാര്യങ്ങൾ ഈ ചുറ്റുപാടുകൾക്ക് വെളിച്ചമാകും. അങ്ങനെ ഒരു ട്രൂ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ഉണ്ടെങ്കിൽ ആ ഓർത്തഡോക്സ് ക്രിസ്ത്യനുമായിട്ട് ഇടപെടുന്ന, നിരന്തരമായി അവന്റെ ജീവിത പരിസരങ്ങളിൽ വന്നു പോകുന്ന ആളുകൾ ഈ ക്രിസ്തുവിന്റെ ഈ വെളിച്ചത്തെ അനുഭവിക്കുകയാണ്. അവൻ പോലും അറിയാതെ അവന്റെ
ചുറ്റുപാടുള്ളവരിലേക്ക് ഉപ്പായി പടരുകയാണ്. ഇതാണ് കർത്താവ് പറഞ്ഞത്. ഇത് ഓരോരുത്തരും സ്വയം പരിശോധിക്കണം. അപ്പൊ ഇതുകൊണ്ടാണ് ഓർത്തഡോക്സ് സഭ ഈ പെന്തക്കോസ്റ്റൽ സഭ ചെയ്യുന്നത് പോലെയുള്ള സുവിശേഷ പ്രചരണങ്ങളിൽ ഏർപ്പെടാത്തത്. ഇന്ന് ഓർത്തഡോക്സ് സഭയിൽ തന്നെ ചില ആളുകൾ എനിക്കിങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമുക്കും അങ്ങനത്തെ പ്രചരണങ്ങൾ അത് തെറ്റായ ധാരണയാണ്. നമ്മൾ അങ്ങനത്തെ പ്രചരണങ്ങളല്ല നടത്തേണ്ടത്. നമ്മൾ ഇൻഫോർമേഷൻ കൊടുക്കുന്നവരാകരുത്. ആ സുവിശേഷമല്ല, ഇൻഫോർമേഷനാണ്. എന്താണ്? കർത്താവായ യേശു 2000 വർഷം മുമ്പ്, അത് ഇൻഫോർമേഷൻ കൊടുക്കുകയാണ്. ഇൻഫോർമേഷൻ അല്ല സുവിശേഷം. സുവിശേഷം ട്രാൻസ്ഫോർമേഷനാണ്. അത് എങ്ങനെയാണ്? ട്രാൻസ്ഫോം ചെയ്യുകയാണ്, അല്ല ഇൻഫോം ചെയ്യുകയല്ല. ചുറ്റുപാടുകളെ ട്രാൻസ്ഫോം ചെയ്യുക, ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക്, ക്രിസ്തുവിന്റെ സമാധാനത്തിലേക്ക്, ക്രിസ്തുവിന്റെ സന്തോഷത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുകയാണ്. അപ്പൊ അതിന് വേണ്ടത് ഈ 4 കാര്യങ്ങളാണ്. നിങ്ങൾ അനുഭവിക്കുന്ന സമാധാനം, നിങ്ങൾക്കുള്ള സന്തോഷം, നിങ്ങൾക്ക് ഉള്ളതിലുള്ള സംതൃപ്തി, നിങ്ങളിൽ നിന്നൊഴുകുന്ന സ്നേഹം. ഇതാണ് യഥാർത്ഥ സുവിശേഷ വേല. അപ്പോൾ പെന്തക്കോസ്ത് സഹോദരങ്ങൾക്ക് ഒത്തിരി തെറ്റിദ്ധാരണയുണ്ട്. പെന്തക്കോസ്ത് ഗ്രൂപ്പുകളിൽ പെട്ടുകിടക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്. അവരോടുകൂടിയുള്ള സ്നേഹപ്രബോധനമാണിത്. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഷമീറിനോടും കൂട്ടുകാരോടും എനിക്ക് പറയാനുള്ള ഇതാണ്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ നിർബാധം തുടരുക. അതൊന്നും കുഴപ്പമില്ല. നമ്മുടെ ഈ രാജ്യത്ത് എല്ലാവർക്കും വേണ്ടിയുള്ള രാജ്യമാണ്. ഷമീറിനെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, ഞാൻ പണ്ടും പറഞ്ഞതാണ്. പക്ഷേ ഷമീർ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഷമീർ സ്വയം ചിന്തിക്കുക. ഒരു അവശ നിലയിലായിരിക്കുന്ന ഒരു ദൈവഭൃത്യനെ തൻ്റെ ജീവിതകാലം മുഴുവൻ ആ പെന്തക്കോസ്തിൽ പ്രവർത്തിച്ച ആ മനുഷ്യനെ, അവരെയൊക്കെ വെറുതെ വിടുക. അതൊക്കെ ചെയ്യാനുള്ള ചാരിറ്റി ചെയ്യാനാണ് ചാരിറ്റി ചെയ്യുക. ആളുകളെ ഇന്ന് പണം പിരിക്കാനാണ് അത് പിരിക്കുക. വഴിയോരം നടത്താനാണ് അത് നടത്തുക. പ്രബോധനം നടത്താനാണ് അത് നടത്തുക. പക്ഷേ മറ്റുള്ളവരെ ആക്ഷേപിച്ചുകൊണ്ടും ഒരു വ്യക്തിയെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടും ആകരുതത്. കാരണം നിനക്ക് സാക്ഷ്യമില്ല എന്ന് മറ്റുള്ളവരുടെ നേരെ വിരൽ ചൂണ്ടി വിളിച്ചു പറയുമ്പം സ്വയമായിട്ട് എന്ത് സാക്ഷ്യമാണ് ഉള്ളതെന്ന് ചിന്തിക്കുക. നാം എല്ലാവരും ഒരുപോലെ തെറ്റിപ്പോയിരിക്കും. ഞങ്ങൾ എപ്പോഴും ഗ്ലോറിയസ് ഗോസ്പലിൽ പറയുന്ന കാര്യം ഇതാ, ഐ ആം നോട്ട് ബെറ്റർ ദാൻ എനിവൺ. ഞാൻ ഒരാളെക്കാളും ഞാൻ യോഗ്യനല്ല എന്ന്, മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുക. നമുക്ക് ആർക്കും അങ്ങനെ യോഗ്യതകളില്ല. നമ്മളെല്ലാം കുറവുള്ളവരും കുറ്റമുള്ളവരും ബലഹീനതയുള്ളവരുമാണ്. അപ്പം മറ്റുള്ളവരെ ആക്ഷേപിച്ച് താൻ എന്തോ കേമനാണ്, യോഗ്യനാണ്, അങ്ങനെ കുറെ നാൾ നടന്ന അവസാനം ആ കേസിൽപ്പെട്ടത്. അപ്പൊ അതോടുകൂടെ മാനസാന്തരപ്പെടും എന്നാണ് ചിന്തിച്ചത്. പക്ഷേ ഒരു മാറ്റവും ഇല്ല, വീണ്ടും പഴയ പണി തന്നെ തുടങ്ങിയിരിക്കുന്നു. അപ്പൊ ഇത് ഇങ്ങനെയൊക്കെ വന്നതുകൊണ്ട് ഈ പരസ്യ പ്രസ്ഥാനം നടത്തേണ്ടി വന്നതാണ്. നിങ്ങളായി നിങ്ങളുടെ പാടായി പെന്തക്കോസ്തുകാർ സ്വയം ചിന്തിക്കുക, ഇങ്ങനൊരു നന്മമരം നിങ്ങൾക്ക് വേണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇത് നന്മമരമാണോ അതോ ഞാങ്ങണയുടെ ഇടയിൽ പമ്മിക്കിടക്കുന്ന വിഷജന്തുവാണോ എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക, സ്വയം വിലയിരുത്തുക, സ്വയം പഠിക്കുക. കാരണം ഇത്രയായിട്ട് പഠിക്കാത്ത നിങ്ങൾ ഇതിൽ നിന്നും പഠിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. വഞ്ചിക്കപ്പെടാൻ മാത്രമാണ് നിങ്ങളുടെ ദുർവിധി. അതുകൊണ്ട് പെന്തക്കോസ്ത് കുളങ്ങളിൽ കിടക്കുന്ന ഞങ്ങളുടെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയായി, മാംസത്തിൽ നിന്ന് മാംസമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട സുറിയാനി സഭ അംഗങ്ങളെ, നിങ്ങൾ മടങ്ങുവാനുള്ള ഒരു കാഹള ശബ്ദമായി ഈ സെഷനെ പരിഗണിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.